വർഗീയവാദികളെയും സമുദായ സംഘടനകളെയും ഒരേപോലെ കാണരുത്. കെ ശൈലജ. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തിൽ പ്രതികരണവുമായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും MLAയുമായ കെ ശൈലജ. വെള്ളാപ്പള്ളി തന്നെ അക്കാര്യത്തിൽ വിശദീകരണം നൽകിയതാണ്. പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളെ കുറിച്ചല്ലെന്നും മുസ്ലിം ലീഗിനെയാണെന്നുമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ ആർക്കും അവകാശമില്ലേ എന്ന് കെ ശൈലജ ചോദിച്ചു. വെള്ളാപ്പള്ളി പറഞ്ഞത് അങ്ങനെയാണ്, പിന്നെ എന്തിനു അവിശ്വസിക്കണം? മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞതെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയതാണ്. അങ്ങനെയുള്ളപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത് മുസ്ലിങ്ങളെ മുഴുവനാണെന്ന് പറയേണ്ട ആവശ്യം എന്താണെന്ന് കെ ശൈലജ ചോദിച്ചു. നമ്മുടെ നാട് നല്ല മതസൗഹാർദ്ദമുള്ള നാടാണ്. ആ സൗഹാർദ്ദത്തെ പൊളിക്കാൻ മതവർഗീയവാദികളെല്ലാം ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. തങ്ങൾ RSSനെ എതിർക്കുന്നുണ്ട്, എന്നാൽ അവരോട് വ്യക്തിപരമായ എതിർപ്പില്ല. RSSന്റെ രാഷ്ട്രീയത്തെയാണ് തങ്ങൾ എതിർക്കുന്നത്. ഇതൊരു ഹൈന്ദവ രാഷ്ട്രമാക്കണമെന്നാണ് അവരുടെ വാദം. അതിനെയാണ് തങ്ങൾ എതിർക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായി നിൽക്കുന്നവരിൽ പലരും തങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ്. ഇസ്ലാമിലൂടെ മാത്രമാണ് മോചനം ഉണ്ടാകൂ എന്നാണ് അവരുടെ വാദം. ഇത് രണ്ടും ഇന്ത്യയിൽ അപകടകരമാണ്. അവരോട് സന്ധി ചെയ്യാൻ UDFന് യാതൊരു മടിയുമില്ലെന്നും കെ ശൈലജ കുറ്റപ്പെടുത്തി. വെള്ളാപ്പള്ളി നടേശനും മുസ്ലിം സമുദായത്തിലെ സുന്നി വിഭാഗവും സാമുദായിക സംഘടനകളാണ്. അവർ വർഗീയവാദികളല്ല. സാമുദായിക സംഘടനകളോട് ചില കാര്യങ്ങളിൽ എതിർപ്പുണ്ടെങ്കിലും വർഗീയവാദികളോടുള്ള വിദ്വേഷം അവരോട് വെക്കേണ്ടതില്ല. സാമുദായിക സംഘടനകൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വിമർശിക്കാം, എന്നാൽ രണ്ടിനെയും ഒരേ തൂവൽ പക്ഷികളായല്ല കാണേണ്ടത്. പക്ഷേ വർഗീയമായ വാദങ്ങൾ ഉയർത്തുന്ന സംഘടനകൾ പറയുന്നത് പോലെ വർഗീയ കലാപം അഴിച്ചുവിടാൻ മാത്രമുള്ള വലിയ അപകടകരമായ കാര്യങ്ങൾ ഈ സാമുദായിക സംഘടനകൾ പറയുന്നില്ലെന്നും കെ ശൈലജ പറഞ്ഞു. LDF ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ച കാര്യം അവതാരക ചോദിച്ചപ്പോൾ തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിട്ടില്ലെന്ന് കെ ശൈലജ വ്യക്തമാക്കി. ചില ഘട്ടങ്ങളിൽ തങ്ങൾ ഇവർക്കാണ് വോട്ട് ചെയ്തതെന്ന് ചിലർ പറയാറുണ്ട്. അത് തങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. അതിനെയാണ് പിന്തുണ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നതെന്നും കെ ശൈലജ കൂട്ടിച്ചേർത്തു.